സോ മൈ ഡിയർ സിവിൽ എഞ്ചിനീയേഴ്സ്, അപ്പോൾ ഇതാ നമ്മുടെ ഡിപ്ലോമ ബിടെക് കഴിഞ്ഞവർക്കും വേണ്ടിയിട്ടുള്ള സിവിൽ എഞ്ചിനീയേഴ്സിനു വേണ്ടി കേരള PSCയുടെ പുതിയ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ 11 നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രോട്ട്സ്മാൻ സിവിലിൻ്റെ എക്സാം വരുന്നത്. സോ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമുക്കൊരു എക്സാമിൻ്റെ ഡേറ്റ് വന്നാൽ അതല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മളിത് ഈ ഒരു നിമിഷം നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അത് ഇന്ന് വൈകുന്നേരത്തേക്കോ നാളേക്കോ ഒന്നും മാറ്റി വെക്കരുത്. നമ്മൾ എത്ര നേരത്തെ നമ്മുടെ പ്രിപ്പറേഷനുകൾ ഇൻറ്റൻസീവ് ആയിട്ട് തുടങ്ങുന്നോ അത്രയും നമുക്ക് മികച്ച റാങ്ക് കരസ്ഥമാക്കാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു ഗവൺമെന്റ് ജോലിയും നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാ ഈ ഒരു സെപ്റ്റംബർ 11 വരുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രോട്ട്സ്മാൻ സിവിൽ എക്സാമിനും വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ആരെ കൂടെ സ്റ്റാർട്ട് ചെയ്യാം? സൈലം ടെക്നിക്കലിന്റെ കൂടെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇതിന്റെ കംപ്ലീറ്റ് സിലബസിലുള്ള ക്ലാസ്സുകൾ ടോപ്പിക് വൈസ് നിമി ബേസ്ഡ്, നിങ്ങൾക്കറിയാം നമ്മൾ ഓവർസിയർ എക്സാംസുകളും ഡ്രോട്ട്സ്മാൻ എക്സാംസുകളും ഒക്കെ നിമി ബേസ്ഡ് ക്ലാസ്സുകളും നിമി ബേസ്ഡ് ടോപ്പിക്സുകളും അതുപോലെ നിമി ബേസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് തുടങ്ങുന്നത്. സോ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന നിമി ബേസ്ഡ് ക്ലാസ്സുകൾ വെച്ചിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനുകൾ ഇതാ ഇന്ന് ഈ നിമിഷം മുതൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ഒരു ബാച്ചിൽ നമുക്ക് കംപ്ലീറ്റ്ലി റെക്കോർഡഡ് ക്ലാസ്സുകളാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സിലബസ്, ഈ ഒരു വരാൻ പോകുന്ന എക്സാമിന്റെ സിലബസ് ഓൾറെഡി PSC സൈറ്റിലുണ്ട്. സോ നമ്മൾ ആ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സുകളും ബേസിക്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചവരാണെങ്കിലും ഇനി അതല്ല ഈ ഒരു 3 മാസം ഇരുന്ന് കട്ടക്ക് പഠിച്ചിട്ട് റാങ്ക് വാങ്ങണമെന്ന് വിചാരിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഏറ്റവും ടോപ്പ് ഫാക്കൽറ്റീസ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് വെച്ചിട്ടുള്ള നിമി ബേസ്ഡ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കുകൾ നമ്മളൊരു സബ്ജക്റ്റ് തീരുമ്പോഴൊന്നുമല്ല, ഓരോ ടോപ്പിക്കുകൾ തീരുമ്പോൾ നിങ്ങൾക്ക് നിമി ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ ഉണ്ടാവും. സബ്ജക്റ്റുകൾ തീരുന്ന മുറക്ക് നിങ്ങൾക്ക് സബ്ജക്ട് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ എക്സാമിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഫുൾ ടെസ്റ്റായിട്ട് ഫുൾ മോക്ക് ടെസ്റ്റുകൾ. പിന്നെ ഏറ്റവും നിങ്ങൾക്കറിയാം നമ്മൾ ഈ ഒരു ബാച്ചിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾക്ക് ഇതാ ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷനുകളും അതുപോലെ തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ മാക്സിമം ഏതൊക്കെ രീതിയിലാണോ ഈ വരാൻ പോകുന്ന ഡ്രോട്ട്സ്മാൻ എക്സാംസുകൾക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് ആ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്കറിയാം ഇപ്പോൾ നമുക്ക് പുതിയ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളൊക്കെ PSC ചോദിക്കുന്നുണ്ട്. സോ ആ എല്ലാ ടൈപ്സുകളിലും എല്ലാ സബ്ജക്റ്റുകളിലും ആ ക്വസ്റ്റ്യൻസുകൾ എടുത്തുകൊണ്ടുള്ള ഡിസ്കഷൻ, മാരത്തോൺ ഡിസ്കഷൻ സീരീസുകൾ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ മാത്രമായിട്ട് നിങ്ങൾ ടെസ്റ്റുകൾ എഴുതുന്നുണ്ടോ, നിങ്ങളുടെ ക്ലാസ്സുകൾ പ്രോപ്പർ ആണോ, കാര്യങ്ങളൊക്കെ നോക്കാൻ നിങ്ങൾക്ക് ഒരു മെൻറ്റർ സപ്പോർട്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ മുന്നിൽ എക്സാംസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അതാ നമ്മൾ ഓൾറെഡി വിളിച്ചിട്ടുണ്ട് PWD ഇറിഗേഷൻ ഗ്രേഡ് 2 എക്സാം. അതിൻ്റെ ഡേറ്റ് ഇതുവരെ PSC വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഇനിയിപ്പോൾ വന്നത് ഏതാണ്? നമ്മൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 2023 നവംബർ ഡിസംബറിലായിട്ട് അപ്ലൈ ചെയ്ത എക്സാം ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ബിടെക്കുകാർക്കും ഡിപ്ലോമക്കാർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ 11 എന്ന് പറയുമ്പോൾ നമുക്കിനി ഏകദേശം നമ്മളെടുത്ത് 2.5 മാസമാണ് നമ്മുടെ മുന്നിൽ സമയമുള്ളത്. സോ ഈ ഒരു സമയത്തിനുള്ളിൽ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിരിക്കും. അതല്ല അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്കറിയാം വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഓൾറെഡി പഠിച്ച് വേറെ കോഴ്സുകളൊക്കെ എടുത്ത് അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞവർക്കും അതുപോലെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് ക്ലാസ്സുകളൊക്കെ കണ്ട് അല്ലെങ്കിൽ എക്സാംസുകളൊക്കെ എഴുതി അതല്ലെങ്കിൽ ലൈവ് ഡിസ്കഷനിലൊക്കെ കയറി പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ റീഫ്രഷ് ചെയ്തിട്ട് നമ്മൾ ഈ വരാൻ പോകുന്ന സെപ്റ്റംബർ 11 വരുന്ന എക്സാമിന് ഫ്രഷ് ആയിട്ട് എക്സാമിനേഷൻ ഹോളിലോട്ട് കയറണമെന്നുള്ളവർക്കൊക്കെ ഈ ഒരു കുറഞ്ഞ ഫീസിൽ ഇത്രയും മികച്ച ക്ലാസ്സുകളും ടെസ്റ്റുകളും അതുപോലെ ലൈവ് ഡിസ്കഷനുകളൊക്കെ നിങ്ങൾക്കിടെ ഈ ഒരു കുറഞ്ഞ ഫീസിൽ വേറെ എവിടെയാണ് ലഭിക്കുക? സോ സൈലം ടെക്നിക്കൽ നമ്മുടെ മോട്ടോ തന്നെ അതാണ്. ഏറ്റവും മികച്ച ക്ലാസ്സുകൾ ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സൈലത്തിൻ്റെ മോട്ടോ. സോ ഈ ഒരു 1499 രൂപക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന എൻറ്റയർ സിലബസ്, ഈ ഡ്രോട്ട്സ്മാൻ്റെ എൻറ്റയർ സിലബസിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഓൾറെഡി പഠിച്ചവർക്കും അതായത് ഇപ്പോൾ ഇനി ഒരു 2 മാസം കൊണ്ട് പഠിച്ച് നോക്കാം എന്ന് കരുതുന്നവർക്കൊക്കെ എന്ത് ചെയ്യാം? ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. സോ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾക്ക് എന്ത് ചെയ്യുക? ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? സൈലം ടെക്നിക്കലിൻ്റെ സൈലം ലേണിങ്ങിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ സൈലം ടെക്നിക്കലിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വെറും 1499 രൂപയ്ക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നു, നമുക്കെന്താണ്? നമുക്കിനി സമയമില്ല. ഈ ഒരു നിമിഷം മുതൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞോ തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. എത്രത്തോളം സമയം നിങ്ങൾക്ക് ദിവസം ഇതിലോട്ട് മാറ്റി വെക്കാൻ പറ്റുമോ, എത്രത്തോളം സിൻസിയർ ആയിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റാങ്ക്, അതിനനുസരിച്ച്
വെച്ചായിരിക്കും നിങ്ങളുടെ സ്വപ്നമായിട്ടുള്ള ഗവൺമെന്റ് ജോബ് നേടിയെടുക്കുക എന്ന് പറയുന്ന അല്ലെ ഒരു സിവിൽ എഞ്ചിനീയറുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഗവൺമെന്റ് ജോലി നേടിയെടുക്കുന്നത്. കാരണം അത്രത്തോളം അവസരങ്ങളാണ് സിവിൽ എഞ്ചിനീയേഴ്സിന് വരുന്നത്. ഓരോ 2-3 മാസം കൂടുന്ന മുറക്ക് നമുക്ക് എക്സാംസുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കോഴ്സ് നിങ്ങൾ ജൂനിയർ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സ് ഉടനെ തന്നെ പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.